ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കണ്ടില്ലേ, ഇന്നെന്താണ് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് തന്നെ, ഈ ഒരു മരുന്ന്. ഇത് പുഴു എല്ലാ ഇല തിന്നിട്ട് പുഴു തേച്ച് തിന്ന് കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിർക്ക കൊണ്ടൊരു സിർക്ക എന്ന് പറയുമ്പം ഇത് വിനാഗിരി കൊണ്ട് ഞാനൊരു മരുന്നുണ്ടാക്കാനാണ് പോകുന്നത്. വിനാഗിരി, കഞ്ഞിവെള്ളം, ഇത് സോപ്പിൻ്റെ ലിക്വിഡാണ്, സോപ്പിൻ്റെ. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊന്ന് അടിച്ചു കൊടുത്താൽ ആദ്യം വല്ലാതെ ഇല തേച്ച് തിന്ന് കഴിയാനായി. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഒരു 25 മില്ലി എടുത്തിട്ടില്ല. 25 മില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 25 മില്ലി അത് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഒരു 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 15 മില്ലി സോപ്പ് ഇതിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 15 മില്ലി ഉണ്ടല്ലേ, 15 മില്ലി എടുത്തിട്ടില്ല കേട്ടോ. ഇതും കൂടി എടുത്ത് ബാക്കി കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി വെള്ളം ഒഴിക്കുക. ഒരു ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം എടുക്കുക. കഞ്ഞീൻ്റെ വെള്ളം വെച്ചാൽ നേർപ്പിച്ച വെള്ളമാണ്, പുളിച്ച വെള്ളം നല്ല നേർപ്പിച്ച വെള്ളം കേട്ടോ. നേർത്ത വെള്ളം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു കിലോയ്ക്ക് പോലെ ആക്കിയതാണ്. കണ്ടില്ലേ, നേർപ്പിച്ചിട്ടാക്കിയതാണേ. ഇത് നേർപ്പിച്ചിട്ടാക്കിയതാണ്. പച്ചവെള്ളം നല്ല ഒരു ഗ്ലാസ് വരെ കഞ്ഞീരവെള്ളം എടുത്താൽ മതി. നല്ല കട്ടിയുള്ള കഞ്ഞീരവെള്ളമെങ്കിൽ ഒരു ഗ്ലാസ് വരെ എടുത്താൽ മതി. ബാക്കി ഞാൻ നേർപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് വെച്ചാൽ ഈ പുഴു വന്ന് നശിച്ചു പോകുന്നതായിട്ട് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് ഒരു മരുന്ന്. നമ്മൾ ഇങ്ങനെയെല്ലാം ഓരോന്ന് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇല തിന്ന് കഴിഞ്ഞാൽ പുശു കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ തേച്ചും പുശു ഇങ്ങനെ ഇലയിങ്ങനെ വന്നു. അതുകൊണ്ട് ഞാനെന്ത് വെച്ചാൽ ഈ വിനാഗിരി 25 മില്ലി എടുത്തിട്ടുണ്ട്. വിനാഗിരി 25, ഇത് ഒരു 15 മില്ലിയാണ് എടുത്തിട്ടില്ല. ബാക്കി കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ അകത്താക്കിയിട്ട്. കൂടുതലാക്കിയ ചെറിയ തൈയാണ്, അല്ലെങ്കിൽ 50 മില്ലി എടുക്കുമായിരുന്നു. പക്ഷേ ചെറിയ തൈയായതുകൊണ്ട് ചിലപ്പോൾ അത് കരിഞ്ഞ് ഉണങ്ങിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് 25 എടുക്കുന്നത്. 25, 15 മില്ലി സോപ്പിൻ്റെ ലിക്വിഡും. സോപ്പ് പൊടിയായാലും മതി, സോപ്പ് പൊടി പുറത്ത് വെക്കാനും ലിക്വിഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലിക്വിഡ് എടുത്തത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി അടിച്ച് കഞ്ഞീൻ്റെ വെള്ളം, ഒരു ലിറ്റർ കഞ്ഞീൻ്റെ വെച്ചാൽ നേർപ്പിച്ച കഞ്ഞീൻ്റെ വെള്ളമാണ്, അത് അടിച്ചിട്ട് ഇതിപ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കാം. പുഴു ഒരിക്കലും വരില്ല. ഇതിപ്പം നമ്മളിപ്പം 15 വിനാഗിരി അടിച്ചു കൊടുത്താൽ തന്നെ പുഴു ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് ചെയ്ത് നോക്കുക. നല്ല ഒരു അടിപൊളി മരുന്നാണ് ഇത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ പോലെ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞുതരാൻ വെച്ചിട്ടാണ് ഞാൻ നോക്കട്ടെ, അടിച്ച് കാണിച്ചു തരാമല്ലോ. എന്താ ഇതേപോലെ നല്ല അകവും പുറവും നല്ല വൃത്തിയായിട്ട് എല്ലാം പുഴു ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകവും പുറവും ഇങ്ങനെ വൃത്തിയിൽ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പുശു ഇതിൻ്റെ അടിയിലുണ്ടാവും, ഈ ഇലേൻ്റെ ചപ്പിൻ്റെ അടിയിലുണ്ടാവും. അതായത് ചപ്പ് ചുരുളാൻ നോക്കുന്നു ആണെന്നില്ലേ. ഇതിങ്ങനെ വൃത്തിയിൽ അടിച്ചു കൊടുക്കുക. കൂടുതലായിപ്പോയാലുണ്ടല്ലോ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇല്ലെങ്കിൽ 50 എടുക്കുമായിരുന്നു. 50 വേണ്ട, അതുകൊണ്ട് കുറച്ച് ഇനി അഥവാ വേണ്ടിയെങ്കിൽ പിന്നെ ഒന്നും കൂടി നോക്കിയിട്ട് അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ എല്ലാത്തിനും അടിച്ചു കൊടുക്കുക. ഇതെല്ലാത്തിനും ഇത് അടിച്ചു കൊടുത്താൽ നല്ല മരുന്നായത്. ഇത് ഉണ്ടായ പുഴു അങ്ങനെ വരില്ല. നമ്മൾ അടക്കി ഒരിക്കൽ അടിച്ചു കൊടുത്താൽ മതി, പുഴുവിനെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുണ്ട്. കണ്ടില്ലേ, വഴുതിനെല്ലാം കാണില്ലേ, തേച്ച് തിന്നിട്ട് ഇല ഈ കഞ്ഞി വെള്ളം, ഈ ചിത്രകൂടത്തിൻ്റെ ഉപദ്രവം ഇല്ലത് കൊണ്ടാണ് ഞാൻ കഞ്ഞീൻ്റെ വെള്ളം എടുത്തത്. ചിത്രകൂടം കൂടി ഉണ്ട് ഇതിൽ. ആ ചിത്രകൂടം ഇവിടെ പുഴുവായത്. ചിത്രകൂടത്തിൻ്റെ ഉപദ്രവം ഇല്ലത് കൊണ്ടാണ് ആ കഞ്ഞീൻ്റെ വെള്ളം ചിത്രകൂടത്തിന് കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് അടിച്ചു കൊടുത്താൽ ചിത്രകൂടത്തിൻ്റെ ഉപദ്രവം കുറയും. കണ്ടില്ലേ, എല്ലാത്തിനും പുഴുവിൻ്റെ ഉപദ്രവം തന്നെയാണ്. കണ്ടോ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഇത് നല്ലപോലെ ആയിപ്പോയി. കൂടുതലാവാൻ വെക്കാതെ നിങ്ങൾ ആകുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ട് ഓരോരോ മരുന്നും ഇങ്ങനെ പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നായാലും വളമായാലും നല്ല കണ്ടീഷനായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് ലഭിക്കാൻ കഴിയും. ഇപ്പോൾ കണ്ടല്ലോ, ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വരുന്നതെല്ലാം പറിച്ച് ഉള്ളിൽ ചാടണം. എന്താ
ഈ വീട്ടിലുള്ള സംഗതിയെല്ലാം വീട്ടിലുള്ള എന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പച്ചക്കറീൻ്റെ മരുന്നെല്ലാം ഉപയോഗിക്കുന്നത്. മരുന്നായാലും വളമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാം ഇന്ന് തന്നെയാണ്. പ്രാണികളായാലും എല്ലാം പോയിക്കോളും, ഒന്നും ഉണ്ടാവില്ല ഇത് അടിച്ചു കൊടുത്താൽ. വേണ്ട ഇല തിന്നിട്ട് പിന്നെ കോട്ടയാക്കി ദ്വാരമാക്കി ആക്കി കൊടുത്തിന് കാണുന്നില്ലേ. ഇത് വേണ്ട വഴുതിന വേണ്ട ഇത് വേണ്ടേ കണ്ടില്ലേ വഴുതിന വേണ്ട അത് പുഴു വന്നിട്ടുണ്ടെങ്കിൽ ഇല തിന്ന് കളയുന്നു. ഇല പുഴു വന്നു കഴിഞ്ഞാൽ ഇലയൊന്നും ബാക്കി നിൽക്കില്ല. ഇല കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പൂക്കാൻ തുടങ്ങി. പൂ വരുന്നുണ്ട്. പൂ വരുമ്പം തന്നെ ഇങ്ങനെ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കണ്ട ഇതേപോലെ പൂ വരെ നിൽക്കില്ല. പൂവെല്ലാം ഉണങ്ങി തരും. കണ്ട ഒരു തരം ജന്തു, ഒരു തരം പ്രാണി കണ്ട ഇതെല്ലാം തിന്നുന്നു. കണ്ട ഒരു പ്രാണി നിങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ പ്രാണീനെ. ഇതാ കണ്ട ഈ പ്രാണിയാണ് തിന്നുന്നത്. ഇതും തിന്നുന്നുണ്ട്, പുഴുവും തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മൾ എപ്പോൾ ഈ പച്ചക്കറീൻ്റെ മേലെ നമ്മളൊരു കണ്ണ് വേണം. പുശുവായാലും എന്തെന്നായാലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചു കൊടുക്കുവാനും ഇതാക്കാനുള്ളൊരു ഇത് കാണിച്ചു കൊടുക്കണം. എന്നാലും മാത്രമേ നമ്മൾ പച്ചക്കറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പച്ചക്കറിയെല്ലാം നട്ടതെല്ലാം തേച്ചും പോയി പിന്നെ ഇത് തിന്നു കഴിഞ്ഞാൽ നമ്മൾ നട്ടിട്ട് കാര്യമില്ല. തേച്ചും ഇല തിന്ന് തുടങ്ങി. കോളിഫ്ലവർ ആയാലും എല്ലാം തിന്നല. അവർക്കെന്നാന്ന് കയറി തിന്നല്ലേ വേണ്ടു. അതുകൊണ്ട് നമ്മളാ ശ്രദ്ധ ആണ് വേണ്ടത്. രാവിലെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ പുഴു ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ അടിച്ചു കൊടുത്തത്. ഇതിപ്പോൾ അടിച്ചു കൊടുത്താൽ നമുക്ക് പുഴു വരുവേ ഇല്ല. അതുകൊണ്ട് നല്ല വൃത്തിയിൽ അടിച്ചു കൊടുത്താൽ മതി. വേറെയും മരുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതൊരിക്കൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല ഒരു പച്ചക്കറിക്ക് ഒരു കേടില്ലാണ്ട് നമുക്ക് ഒപ്പിക്കാൻ കഴിയും. ഉണ്ടല്ലോ എന്തെല്ലോ കീടങ്ങളുണ്ട്. ഒരു തരം നല്ല കീടങ്ങൾ കാണില്ലേ. ഒരു കീടം നല്ല ഉള്ളത്. ഒരുപാട് തരം കീടങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് പൂക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിന് കീടങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ആക്കി വരുമ്പോഴേക്കാണ് ഇവർ കീടങ്ങളെ കൊണ്ട് നശിപ്പിക്കുക അല്ലോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിച്ചാൽ നമ്മളെ കണ്ണ് എത്തിയിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോയി പോവും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റുമോ. ഇനിയിപ്പോൾ എല്ലാത്തിനും അടിക്കണം. ഇനിയിപ്പോൾ പയറിന് അടിച്ചു കൊടുത്തോ. ഇനിയിപ്പോൾ നാളെ വെണ്ടയ്ക്ക അടിക്കണം. ഇതെല്ലാം അടിക്കാനുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടുവന്ന് പയറിന് വഴുതനയ്ക്കും കൂടി അടിച്ചു കൊടുക്കാം. നമുക്ക് നാളെ മറ്റുള്ളതിനെ അടിച്ചു കൊടുക്കാം. ഇത് നോക്കട്ടെ നാളേക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കട്ടെ. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണണം. കണ്ടിട്ട് ചെയ്യുക. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.